രാഹുൽ ഗാന്ധി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ട്. വിവിധ ജില്ലകളിലായിട്ട് അദ്ദേഹം UDFിൻ്റെ പൊതുയോഗങ്ങൾ സംസാരിക്കുകയും ജനങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ഉന്നയിക്കുന്നത് CPMനെതിരെ CPMും BJPയുമായിട്ട് ഡീലുണ്ട് എന്നൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. ഇതിന് കാരണമായിട്ട് അദ്ദേഹം ചില വാദങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതുതന്നെയാണ് മോദിയും പിണറായിയും തമ്മിലുള്ള ഡീലിൻ്റെ കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അല്ലെ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ട് ക്ഷേത്രങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന BJPയുടെ സമുന്നതനായ നേതാവ് പ്രധാനമന്ത്രി മോദി ഇവിടെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് സംശയകരമാണെന്നാണ് രാഹുൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന കേസുകളുണ്ട്. 36 കേസുകളോളം രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നു. 55 മണിക്കൂറുകളോളം അദ്ദേഹത്തെ ഏജൻസികൾ ചോദ്യം ചെയ്യുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയോ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുകയോ ഇത്തരത്തിൽ യാതൊരു നടപടിക്കും വിധേയമാക്കുകയോ ചെയ്യുന്നില്ല. ഇതും സംശയാസ്പദമാണെന്ന് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ BJP ഡീലിൻ്റെ കാര്യം ഉയർത്തിക്കാട്ടിയിട്ട് വീണ്ടും സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. രാഹുൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലാകട്ടെ സ്വർണം കെട്ടതാരപ്പ എന്ന പാട്ട് കൂടിയിട്ട് പാടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം ആകട്ടെ, കൊല്ലം ആകട്ടെ, കോട്ടയം, അതിനൊക്കെ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും സ്വർണ്ണക്കൊള്ള തന്നെ BJP CPM ഡീലുണ്ടെന്ന് കൂടിയിട്ടാണ് രാഹുൽ ആവർത്തിക്കുന്നത്. ഇതിലേക്കാണ് ആദ്യം ദൗസാഹിബ് രാഹുലിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങളെല്ലാം കണ്ടല്ലോ. ഇന്നും അദ്ദേഹം പറയുന്നത് CPM BJP ഡീലുണ്ടെന്നാണ്. നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ള അത്ര വലിയ രീതിയിലേക്ക് ഏറ്റെടുക്കാത്തൊരവസ്ഥയിൽ നിന്ന് തുടർച്ചയായിട്ട് സ്വർണ്ണക്കൊള്ള തന്നെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെ രാഹുൽ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതുന്ന രീതിയിലേക്ക് സ്വർണ്ണക്കൊള്ളയ്ക്ക് വീണ്ടും ഉയർന്നു വരാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതുന്നതിൽ അത് സ്വാധീനിക്കുമല്ലോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്ന് പറയുന്നത് അതെന്താ പറയുക, വെൽ ഡിസൈൻഡ് എന്ന് പറയാവുന്നൊരു പ്രസംഗമാണ്. കാരണം അദ്ദേഹം ഒരർത്ഥത്തിൽ ഒരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് എടുത്ത് വീശുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്വർണ്ണക്കൊള്ള, സ്വർണം കെട്ടത് അരപ്പ എന്ന് ചോദിച്ചാണ് പ്രസംഗം തുടങ്ങുന്നത്. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന വിഷയം അത് ലൈവാക്കി നിലനിർത്തുകയാണ്. ഇന്നലെ അതേക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ സംസാരിച്ചത്. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടും, ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസംഗിച്ചു. അങ്ങനെ എവിടെ പോയാലും ദൈവങ്ങളെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച്, ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി പക്ഷേ കേരളത്തിൽ വന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. അതെന്താണ്? BJPയും CPMും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ്. CPMനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും നരേന്ദ്രമോദി പറയില്ല. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദി എങ്ങനെ വിധേയപ്പെട്ടുവോ അതേപോലെ നരേന്ദ്രമോദിക്ക് വിധേയപ്പെട്ട ആളാണ് ആര്? പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കത്തിക്കയറുന്നത്. അപ്പോൾ നോക്കൂ, ഇതിന് നമ്മളൊരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്തിനാണ് നടന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് വന്ന് എന്തിനാണ് പ്രസംഗിക്കുന്നത്? അവർ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ട്, വോട്ട് ബാങ്കുകളുമായിട്ട് എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് സംഗതി പറയുന്നതോടുകൂടി ഇവിടെയുള്ള നമ്മൾ ഈ സാമുദായികമായിട്ടുള്ള പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് സമുദായങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു. ആരോടാണ് സംസാരിക്കുന്നത്? അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട മനുഷ്യരോടാണ്. നോക്കൂ, ഇവർ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന, ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ് എന്നാണ് ഒരു വശത്ത് പറയുന്നത്. മറുവശത്ത് എന്താണ് പറയുന്നത്? ഈ സർക്കാർ ഉണ്ടല്ലോ, ഈ പിണറായി വിജയൻ്റെ സർക്കാർ, CPMൻ്റെ സർക്കാർ, അത് BJPയുമായിട്ട് രഹസ്യ ബാന്ധവമുണ്ടാക്കിയ സർക്കാരാണ്, ഡീലുണ്ടാക്കിയ സർക്കാരാണ്. നോക്കൂ, ഈ ഡീലിനെക്കുറിച്ച് CPIM BJP ഡീലിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങൾ കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. CJP എന്ന് പറയുന്ന ഒരു പേര് സോഷ്യൽ മീഡിയയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി സ്വർണ്ണക്കൊള്ള ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് ഇവർ തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ് എന്ന് പറയുക വഴി CPM BJP ഡീൽ ഉണ്ട് എന്ന് വരുമ്പോൾ അത് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അത് കേരളത്തിലെ പ്രബല ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒരേ സമയം ഒരു പ്രസംഗത്തിലെ ഒരു വാചകം കൊണ്ട് പ്രബലമായ രണ്ട് കമ്മ്യൂണിറ്റി, കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷം ആയി കഴിഞ്ഞു, അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ നിലയ്ക്ക് ഒരു ക്യാമ്പയിൻ ടാക്ടിക് എന്നുള്ള നിലയ്ക്കുള്ള ഒരു എക്സലൻറ്റ് മൂവാണെന്ന് അതിനെക്കുറിച്ച് നിശ്ചയമായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൈൻ തന്നെയാണ് അവർ പിടിക്കുന്നതാണ് ഇപ്പോൾ അത് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണമൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള തൻ്റെ ദൗത്യം രാഹുൽ ഗാന്ധി ഗംഭീരമായി വിജയിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇങ്ങനെ
പലപ്പോഴും ക്യാമ്പയിനിൽ തെരഞ്ഞെടുപ്പിൻ്റെ മൂഡ് തന്നെ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിലക്ക് നേതാക്കന്മാർ നടത്തുന്ന ഇടപെടലുകളും പ്രഭാഷണങ്ങളും അവരുടെ ചില വാക്പ്രയോഗങ്ങളൊക്കെ ആയിരിക്കും. ആ നിലക്ക് ഈ ക്യാമ്പയിനിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ഇടപെടലായിട്ട് അതിനെ കാണാൻ പറ്റും. രാഹുൽ ഗാന്ധി സാധാരണ ഇത്ര കണ്ണിങ്ങായിട്ട് പ്രസംഗിക്കാത്ത ഒരാളാണ്. ഇത്രയും ഇൻ്റലിജൻ്റായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ, ഇൻ്റലിജൻ്റ് ഞാൻ പറയുന്നത് കോട്ടാണ് പ്രസംഗിക്കുന്ന ഒരാൾ നരേന്ദ്രമോദിയാണ്. പക്ഷേ വളരെ വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ക്യാമ്പയിനർ എന്നുള്ള ലെവലിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട് വേറെ നിലക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് CPMൻ്റെ സ്റ്റാർ ക്യാമ്പയിനെ സ്വീകരിച്ചിരിക്കുന്നത്. BJPയെ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുള്ള നിലക്കുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്, കേരളം വിട്ടാൽ ഇവരെല്ലാവരും ഒന്നിച്ചാണെന്നുള്ളൊക്കെ വസ്തുതയാണ്. കേരളം വിട്ടാൽ ഇവരെല്ലാവരും മാത്രമല്ല, ഇവർ രണ്ടു കൂട്ടരും കൂടി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന SDP ഇവരുടെ മുന്നണിയിലുണ്ട്. അപ്പോൾ ആ പറയുന്നതിൽ അർത്ഥമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്, UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പയിൻ, ഈ പ്രഭാഷണങ്ങൾ വളരെ ഒരു ഇൻ്റലിജൻ്റാണെന്ന് ഞാൻ പറയാം. യെസ്, ജിമ്മി, ഇതിലെ രാഹുലിൽ നിന്ന് മറുപടിയായിട്ട് വൃന്ദക്കാരായിട്ട് പറയുന്നുണ്ട്, സ്വർണം കെട്ടവനെ വീട്ടിൽ കയറ്റിയത് ആരപ്പ എന്ന രീതിയിലാണ് പാടുന്നത്. ഈ സ്വർണ്ണക്കൊള്ള ഉയർത്തുമ്പോൾ അത് ഒരേ സമയം കോൺഗ്രസിന് കൂടിയിട്ട് തിരിച്ചടിയാകില്ലേ? CPMന് അത്തരത്തിൽ ഇതിനെ പ്രതിരോധിച്ചിട്ടുള്ള മറുവാദങ്ങൾ മുന്നോട്ട് വെക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും? സ്വർണ്ണക്കൊള്ളയിൽ CPM ഒരു അക്ഷരം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ. എന്തുകൊണ്ടാണ്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കത്തി നിൽക്കുന്ന സമയത്താണ് അതിന് മുമ്പുള്ള ദേവസ്വം ബോർഡിനെതിരെ കൊടിമരത്തിലെ സ്വർണ്ണം പൂശിയതിനെ സംബന്ധിച്ച് അതിൻ്റെ മുകളിലുള്ള വാജിവാഹനം തന്ത്രി എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നത് വലിയ വാർത്തയായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച കോടതിയിൽ അത് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നു. അത് കോടതി അംഗീകരിച്ചു. ആ വിഷയം കഴിഞ്ഞു. ഇനി ഫ്രീ ഗോൾ പോസ്റ്റാണ്. ഈ ഗോൾ പോസ്റ്റിലേക്കാണ് അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയം തുടങ്ങുമ്പോൾ ആദ്യം BJP ഡീലൊക്കെ പറഞ്ഞതിന് ശേഷം ശബരിമലയിലെ ബാക്കി എല്ലാ തടസ്സങ്ങളും മാറുന്ന നല്ല കൃത്യമായി സിറ്റിംഗ് ഡക്സ് എന്ന് പറയുന്നത് പോലെ CPM നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. അടിക്കാൻ തീരുമാനിച്ചു. അത് രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പേ അതിൻ്റെ കളം ഒരുക്കിയിരുന്നു. വീഡിയോ സെഷൻ 2 ദിവസമായിട്ട് അത് സൂചിപ്പിച്ചു കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി ഒരു സ്റ്റാർ ക്യാമ്പയിനറാകുമ്പോൾ, ചെറിയ സ്റ്റാർ ക്യാമ്പയിനറൊന്നുമല്ല, ഈ കഴിഞ്ഞ 2-3 വർഷമായി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വളരെ വലിയ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് വോട്ട് ചോരിയായാലും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് വേറെ രീതിയിലുള്ള ഇമേജ് ഉണ്ട്. നിങ്ങളുടെ 5 വർഷം മുമ്പ് ഇവിടെ വന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ. ഞാൻ ഉദ്ദേശിച്ചത് പഴയ വയനാട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അയാൾ വന്നതെന്ന് സംസാരിക്കുമ്പോൾ അതിന് പ്രഹരശേഷി കൂടും. ആ പ്രഹരശേഷിയിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വളരെ രസകരമായ വളരെ കുറുക്കി കൊള്ളുന്ന സാധനമാണ്, ഇവന്മാർ കള്ളന്മാരാണെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ CPM BJP ഡീലുമായി വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്ന അടുത്ത ഒരു സംഭവമായി കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് ആർക്കും ചെയ്യാവുന്ന ഒരു സാമാന്യ യുക്തിയിൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മളത് വരുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ആലോചിച്ച് ഇനി ചിലപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശത്തിൽ ചിലവായതുകൊണ്ട് ഇത്തവണ ചിലവാകാത്തതാണോ എന്ന് വിചാരിച്ചു. അങ്ങനല്ല, പക്ഷേ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി മോദി ശബരിമലയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഒരു പരാമർശമുണ്ട്, ശബരിമല പോലെയുള്ള ആരാധനാലയങ്ങൾ രാഷ്ട്രീയത്തിനും അഴിമതിക്കും മുക്തമായിരിക്കും ഞങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശബരിമല വിഷയം എടുത്തിട്ടില്ല. BJPക്ക് അറിയാം, മുമ്പ് ശബരിമല വിഷയത്തിൽ ഈ ഏറ്റവും വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് അതിൻ്റെ ഗുണം മുഴുവൻ കോൺഗ്രസ് കൊണ്ടുപോയത് 2019 ഇവർ കണ്ടതല്ലേ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശേഷം. അതുകൊണ്ട് ഈ വിഷയം എടുത്തിട്ടാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താവാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആണെന്നറിയാം. അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിടുവോ? ഒരു തുള്ളി വർഗീയത കിട്ടിയാൽ അതെടുത്ത് വെച്ച് ആൾക്കും. ഇത് വർഗീയത മാത്രമല്ല, സീരിയസ് ആയിട്ടുള്ളൊരു തെഫ്റ്റ് അല്ലേ? അമ്പലമാണെന്നുള്ളത് ശരി, പക്ഷേ അതിന് വലിയൊരു തെഫ്റ്റ് അല്ലേ, വലിയ കറപ്ഷൻ അല്ലേ, സ്വജനപക്ഷപാതവും കൂടിയല്ലേ? അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെയോ നടപടിയെടുക്കാതെയോ ഇരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുണ്ട്. പക്ഷേ BJPക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ വിഷയം സജീവമായി ഉന്നയിച്ചാൽ ഒരു കാരണവശാലും അത് തങ്ങളെക്കാൾ കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് തങ്ങൾക്ക് ഗുണമുണ്ടാവില്ല, അത് ഉറപ്പായിട്ടും കോൺഗ്രസിനായിരിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പിന്മാറിയത്. ശബരിമലയോടുള്ള എന്തെങ്കിലും സ്വർണം പോയത് നന്നായി എന്ന് വിചാരിച്ചുകൊണ്ടല്ല, അവന്മാർ വോട്ട് കൊണ്ടുപോകും എന്ന പേടിച്ചിട്ടാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP CPM ഡീൽ എന്ന ആരോപണത്തിന് ഒരു തെളിവ് കൂടി, നിർണായക തെളിവ് കൂടിയാണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് ശബരിമലയെക്കുറിച്ച് വ്യക്തമായി ശക്തമായി ഇതുവരെ പറഞ്ഞതുപോലെ പറയാത്തുള്ള പുറത്തു വരുന്നത്. അത് നല്ല വൃത്തിയായി ഉപയോഗിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലൊരു സ്റ്റാർ ക്യാമ്പയിനർ കഴിഞ്ഞു. ചെറുതല്ലല്ലോ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കോട്ടയത്ത് വന്നിട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നു. എന്തിനാണെന്ന് അറിയില്ല, സൈക്കിൾ അങ്ങ് ചവിട്ടി. പക്ഷേ അതിൻ്റെ ഫോട്ടോസ് വൈറലാകുന്നു. ഈ ഞാൻ പറഞ്ഞില്ലേ, കുളത്തിൽ ചാടുക, മറ്റേ ബിരിയാണി ഉണ്ടാക്കുക,
എന്തൊക്കെയോ പരിപാടി ഇദ്ദേഹം ചെയ്യും. ഇതെല്ലാം ഈ പുതിയ കാലത്ത് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നും. അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഞാൻ 36 മണിക്കൂർ EDയുടെ മുമ്പിലിരുന്നു. 36 കേസുകളും 56 മണിക്കൂറും. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടല്ലോ കേസ്, ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഇതുപോലൊരു കേസിൽ പെട്ടിരിക്കുകയാണല്ലോ, ഇതുവരെ പോയില്ലല്ലോ. ചോദ്യം വളരെ വ്യക്തമല്ലേ, ഷാർപ്പല്ലേ? BJPയും CPM തമ്മിലുള്ള എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് നിങ്ങൾ EDക്ക് മുമ്പിൽ പോകാത്തത് എന്നതൊരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, അതൊരു യുക്തിപരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ ED വിളിക്കാത്ത സാർ? ഇപ്പോൾ വരും, ED നമ്മളെ വരിഞ്ഞ് മുറുക്കുകയാണ്, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ED നീങ്ങുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇന്ന് വരെ ഇപ്പം ഇയാൾ പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ പിണറായി വിജയനോ CPMോ മിണ്ടിയിട്ടില്ല. അതും മിണ്ടേണ്ടി വരും. ചുരുക്കത്തിൽ 1000 ശരങ്ങൾ എഴുതിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോകുന്നത്. ഇതിനകത്ത് EDയുടെ കേസ് മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയും തവണ സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെച്ച ലാവ്ലിൻ പോലെ വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ? എന്തൊരു മറിമായമാണ്. ഒരു ദിവസം ജഡ്ജിക്ക് പനി, വേറെ ദിവസം CBIയുടെ വക്കീലിന് പനി, അതിൻ്റെ അടുത്ത ദിവസം ജഡ്ജിക്ക് വയറുവേദന, അല്ലെങ്കിൽ ജഡ്ജി ബെഞ്ച് ഒഴിയുന്നു. ഇങ്ങനെ മാറി 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 എത്ര വർഷമായി കേസിൻ്റെ ഫൈനൽ ആർഗ്യുമെൻറ്റിലേക്ക് പോകേണ്ട ഒരു കേസാണ്, തീരുന്നില്ല. ഇതെല്ലാം ഉന്നയിക്കുമ്പോൾ കൃത്യമായ മറുപടി CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ശബരിമലയിൽ BJP മിണ്ടാത്തത്, ഇന്ത്യ മുഴുവൻ വേട്ടപ്പട്ടകളെ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസീസ് കറങ്ങി നടക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. സോ ഇറ്റ് വാസ് എ ഷാർപ്പ് ഡേ. ഈ കഴിഞ്ഞ 2 ദിവസം രാഹുൽ ഗാന്ധിയുടെ വരവ് വളരെ ശക്തമായി ഈ ക്യാമ്പയിനെ പുതിയൊരു ടേണിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ ചർച്ചയാകാൻ കഴിയുമെന്നുള്ളത് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM ഇതിൽ മറുപടി പറയാൻ നിർബന്ധിതരാകുന്ന ഒരു കാഴ്ച കൂടിയിട്ടാണ് കാണുന്നത്.